ആതിരപ്പള്ളിയിൽ ആന ചരിഞ്ഞത് ഹൃദയസ്തംഭനം മൂലമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. മുറിവിലെ അണുബാധ തലച്ചോറിനെയും ബാധിച്ചു തുടങ്ങിയിരുന്നു. മറ്റ് ആന്തരിക അവയവങ്ങൾക്ക് അണുബാധയില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, ഹൃദയസ്തംഭനമായിരിക്കാം മരണകാരണം എന്ന ഒരു നിഗമനം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അത് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായും പ്രാഥമികമായ ഒരു നിഗമനം തന്നെ അത് ഹൃദയസ്തംഭനം മൂലമാണ് ആന ചരിഞ്ഞത് എന്നുള്ളതായിരുന്നു. ഇന്നലെ 12 മണിയോടുകൂടിയാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആന കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം രാത്രി ഒരു 7:30 ഈ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായ തോതിൽ ആരംഭിക്കാനായിട്ട്. അത് ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് അത് പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം അത് ഹൃദയസ്തംഭനം തന്നെയാണ് ആനചര്യത്തിന് കാരണം എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മുറിവിലെ അണുബാധ അത് തലച്ചോറിനെയും ബാധിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ മറ്റ് ആന്തരികാവയവങ്ങളിലൊന്നും അണുബാധ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ മുറിവിന്റെ ആഴം അത് 65 സെന്റിമീറ്റർ ചുറ്റളവിലും 15 സെന്റിമീറ്റർ വ്യാസവുമുള്ള മുറിവാണ് എന്നുള്ള കാര്യവും പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആനയുടെ ശരീരത്തിൽ മറ്റ് ലോഹഘടകങ്ങളൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടം മുതൽ ഇതൊരു ബുള്ളറ്റിന്റെയോ മറ്റോ മുറിവാണെന്നും സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആദ്യ പരിശോധന നടത്തിയപ്പോൾ പോലും ബുള്ളറ്റിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞപ്പോഴും അത് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. എന്തായാലും ഹൃദയസ്തംഭനം മൂലം തന്നെയാണ് ആന ചരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം വരുമ്പോഴും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ മൃതദേഹം ഇന്നലെ കോർനാട് വനത്തോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. തൃശൂരിൽ നിന്നും ആസിഫ് മുഹമ്മദ്.